ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ പ്രാന്തന്റെ കഥയാണ്, പ്രാന്ത സിനിമയാണ്. പ്രാന്തന്മാരായിട്ട് വന്നിരുന്ന് കാണാം. ഇത് ആകാശദൂത് പോലെ കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെയുള്ള സിനിമയല്ല, ഇത് ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ കൊണ്ടുപോകും. എന്തായാലും ഒരു ലോജിക്കും ഇല്ല. ലോജിക്ക് എന്ന് പറയുന്ന സംഭവം ഈ സിനിമയിലില്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഇത് ഫുൾ എന്റർടൈൻമെന്റ് ഓൺ സിനിമയാണ്. ഇത് ന്യൂജൻ പിള്ളേര് തിയേറ്ററിലേക്ക് ഇറച്ചി കയറാൻ സാധ്യതയുണ്ട്. ഗില്ലി പോലുള്ള സിനിമകളിലൊക്കെ റെഫറൻസ് എടുത്തിട്ടുണ്ട്, മണിച്ചേട്ടന്റെ പാട്ട് റെഫറൻസ് എടുത്തിട്ടുണ്ട്. പഴയ സിനിമകളൊക്കെ വെച്ചിട്ട് നല്ല പൊളി സാധനം. ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് മോഹൻലാൽ കൊണ്ടുപോകുന്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ടത്. ലാലേട്ടൻ വരുമ്പം പടം ഹെവിയാവും. പടം ഫുൾ ഓൺ പടം. ഇത് പ്രാന്ത് സിനിമയാണ്. കാണുന്നത് നമുക്കും പ്രാന്ത്, പടം എടുത്തവർക്കും പ്രാന്ത്, ഫുള്ള് തിയേറ്ററിലും പ്രാന്താണ്. ഇത് കാണാൻ വരുന്നവർക്കും ഇനി പ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രാന്തന്മാരുടെ പടമാണ്. ദൈവം ഇത് പ്രാന്തന്മാരാണ് തിയേറ്ററിലേക്ക് വരാമോ? അങ്ങനെ ഒരു ഓൺ പടമാണ് ഇത്. വേറെ ഏതോ ലോകത്ത് ഇത് വർഷങ്ങൾക്ക് ശേഷം, കുറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ. തെലുങ്ക് തമിഴ് സിനിമകളൊക്കെ പോലെ ഒരു പുതിയൊരു ജോണർ നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പി എന്ന് പറയാൻ ക്രിസ്മസ് ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, ക്രിസ്മസിന് ആദ്യമായിട്ട് പ്രാന്തന്മാർ വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. പ്രാന്തന്മാരുടെ ഇത് 100% പ്രാന്തന്മാരുടെ സിനിമയാണ്.